ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോയിൽ പാനി സബ്കെ ലിയെ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ബച്ചോ കഹാനി പാനി സബ്കെ ലിയെ ഔർ സേ പഠിയെ ഓർ സവാലോं के जवाब लिखिए. കഥ നന്നായി വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. ലാലച്ചി ആദമി കെ പാസ് ക്യാ താ. ആദ്യത്തെ ചോദ്യം എന്താ? ലാലച്ചി ആദമി, അത്യാഗ്രഹിയായ മനുഷ്യൻ്റെ അടുത്ത് എന്താണ് ഉണ്ടായിരുന്നത്? നമുക്കറിയാം, ഒരു കിണറായിരുന്നു അല്ലേ. ലാലച്ചി ആദമി കെ പാസ് ഏക കുൻവേന്ത. നമുക്കറിയാം. ഇനി അടുത്തത് എന്താ? നേക് ആദമീനെ കുൻവാം ഹരീത് കർ ക്യാ കിയ. എന്താ പറഞ്ഞത്? നേക് ആദമി, ആ നല്ല മനുഷ്യൻ അല്ലേ, നന്മയുള്ള മനുഷ്യൻ ഈ കിണർ വാങ്ങിയിട്ട് എന്തു ചെയ്തു? ആളുകൾക്കായി നൽകി അല്ലേ. ആളുകൾക്കായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി നൽകി. നമുക്കറിയാലോ. അപ്പം അതെവിടെയാണ് ഇതിൽ വന്നത്? ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ജ്യാദാ പൈസേ ദേക്കർ കുൻവാ ഹരീദ് ലിയ അല്ലേ. ഇത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്? ആളുകൾക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കതൊന്ന് എഴുതാം. എങ്ങനെ എഴുതാം? നേക് ആദമി ने कुनवाम खरीद कर गाँवों वालों को മുഫ്ത് മേ ദിയ, സൗജന്യമായിട്ട് കൊടുത്തു. ഓക്കെ. ഇനി ലാലച്ചി ആദമി ക്യോം ശർമിദ ഹുവ. ലാലച്ചി ആദമി എന്തുകൊണ്ടാണ് നാണിച്ചത്? നമുക്കറിയാം, കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വന്ന സമയത്ത് നേക് ആദമി എന്ത് പറഞ്ഞു? ഇവിടുത്തെ വെള്ളം എല്ലാവർക്കും സൗജന്യമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ലാലച്ചി ആദമി നാണിച്ചത്. അപ്പോൾ എങ്ങനെ എഴുതാം? നേക് ആദമി लालची आदमी को पानी देते हुए कहा कि यहाँ के पानी सबके लिए मुफ्त है. ये सुनकर लालची आदमी शर्मिंदा हुआ. ഓക്കെ. ഇനി ഈ പ്രവർത്തനം എന്താണ്? ബച്ചോ പാനി ഹമാരെ ലിയെ ബഹുത് ജരൂരി ഹെ. കുട്ടികളെ, വെള്ളം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പാനി കഹാ കഹാ സേ മിൽത്താ ഹെ. വെള്ളം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, നദി. പിന്നെ എന്താ അറിയാം, നമുക്ക് എഴുതാം താലാബ് എന്ന് എഴുതാം. നദി എന്ന് പറഞ്ഞാൽ നദി തന്നെയാണ്. താലാബ് കുളം. പിന്നെയോ, പിന്നെ നമുക്കറിയാം കുൻവേം അഥവാ കിണർ. പിന്നെ അതേമാതിരി നൽ പൈപ്പ്. അതുപോലെ തന്നെ നമുക്കറിയാം ബാരിഷിൽ നിന്ന് മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? വെള്ളം ലഭിക്കാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നോക്കൂ. नीचे चंद अल्फाज दिए गए हैं और से पढ़िए और उन अल्फाज की मदद से जुमले पूरा कीजिए. എന്താ പറയുന്നത്? താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ശ്രദ്ധയോടെ വായിച്ചിട്ട് ആ വാക്കുകളുടെ സഹായത്താൽ ജുംല പൂർത്തിയാക്കണം. അപ്പോൾ നോക്കാം ആദ്യം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. ചോട്ട. ചോട്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറുത്. ചോട്ട ചെറുതാണ്. ഇനി പീച്ചെ എന്ന് പറഞ്ഞാൽ പിന്നിലാണ്. പീച്ചെ പിന്നിൽ. കം എന്ന് പറഞ്ഞാൽ കുറവാണ്. ബഡ എന്ന് പറഞ്ഞാൽ വലുത്. ജ്യാദ എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെങ്കിൽ നിറച്ച് എന്നുള്ള അർത്ഥമാണ്. കുറേ അല്ലേ, കുറേ എന്നൊക്കെ നമ്മൾ പറയും. ആകെ എന്ന് പറഞ്ഞാൽ മുന്നിൽ. ആകെ എന്ന് പറഞ്ഞാൽ മുന്നിൽ. ധാരാളം അല്ലെങ്കിൽ കുറേ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജുംലകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ. ബസ് കെ ആകെ സൈക്കിൾ ഹെ. ബസ് കെ ആകെ സൈക്കിൾ ഹെ അഥവാ ബസ്സിൻ്റെ മുന്നിൽ സൈക്കിളുണ്ട്. ഇവിടെയോ കാർ കെ പീച്ചെ സൈക്കിൾ ഹെ. കാറിൻ്റെ പിന്നിലാണ് സൈക്കിൾ അല്ലേ.
അപ്പോൾ കാറിൻ്റെ പിന്നിൽ സൈക്കിളുണ്ട്, ഇവിടെ ബസ്സിന് മുന്നിൽ സൈക്കിളുണ്ട്. അപ്പോൾ ഈ ആകെയുടെ ഓപ്പോസിറ്റാണ് എന്ത്, പീച്ചെ എന്ന് പറയുന്നത്, മുന്നിൽ പിന്നിൽ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് അങ്ങനെ ഓപ്പോസിറ്റ് വരിക? നമുക്കറിയാം, കം പറഞ്ഞാൽ കുറവാണ്, ജ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അപ്പോൾ ഇതാണ് എന്ത്, ഓപ്പോസിറ്റായിട്ട് വരിക. പിന്നെ ബഡാ ചോട്ട, അതും എന്താണ്, ഓപ്പോസിറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് വാക്കുകൾ വെച്ചാണ് നമ്മൾ ഈ ജുംല തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഗ്ലാസ് മേ പാനി, ഗ്ലാസ്സിൽ വെള്ളം നിറയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, ജ്യാദ ആണ് വരിക. ഇവിടെ ആണെങ്കിലോ ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെഴുതും, ഗ്ലാസ് മേ പാനി കം ഹെ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കൂ, ഇത് നമുക്കറിയാം ചെറിയ മരമാണ്, ഇത് വലിയ മരമാണ്. ചെറുതിന് നമ്മൾ പറയാം ചോട്ട. ചോട്ടാ പേട് ഹേ, ബഡാ പേട് ഹേ. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് അത്യാവശ്യമായിട്ടുള്ള വാക്കുകളാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. അടുത്ത പ്രവർത്തനം എന്താ, ബച്ചോ പാനി അൻമോൽ ഹേ. കുട്ടികളെ, വെള്ളം അമൂല്യമാണ്. ഹം പാനി സെ ക്യാ ക്യാ കർത്തേ ഹേ. നമ്മൾ വെള്ളം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ജലം കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവൂലേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്ന വരെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ലേ? ഇപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ ചിലവർ പറയും ഞങ്ങൾ കുടിക്കാനൊന്നും വെള്ളം ഉപയോഗിക്കുന്നില്ല എന്ന്. പക്ഷെ അതല്ല അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കയ്യും മുഖം കഴുകാൻ വെള്ളം വേണ്ടേ? വേണം. നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, കുളിക്കാൻ വെള്ളം വേണം അല്ലേ. വീട്ടിൽ പാത്രം കഴുകണമെങ്കിൽ വെള്ളം വേണം, ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണം, തുണി അലക്കണമെങ്കിൽ വെള്ളം വേണം, തുടയ്ക്കണമെങ്കിൽ വെള്ളം വേണം അല്ലേ. അപ്പോൾ വെള്ളമില്ലാത്തൊരു സംഭവം ഇല്ലേ ഇല്ല. നമുക്ക് കറണ്ട് കിട്ടണമെങ്കിൽ കൂടി വെള്ളം വേണം അല്ലേ. അപ്പോൾ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരൊറ്റ കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇഷാറോ കി മദദ് സെ ജുംലെ തയ്യാർ കീജിയെ. ഇവിടെ കുറച്ച് ഇഷാറകൾ തന്നിട്ടുണ്ട്, കുറേ സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യണം, ജുംല പൂർത്തിയാക്കണം. നോക്കാം. ഒന്നിവിടെ കൊടുത്തിട്ടുള്ളത് ഖാനാ പുക്കാത്തീഹെ. ഖാനാ പുക്കാത്തീഹെ എന്ന് പറഞ്ഞാൽ ഭക്ഷണമുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. സഫായി കർത്താഹെ, അടുത്തത് വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ ശുചീകരണം നടത്തുന്നു. അടുത്തത് നഹാത്താഹെ അഥവാ കുളിക്കുന്നു. ഇവിടെ കുളിക്കുന്നു എന്നാണ് അർത്ഥം. അതുപോലെ ശുചീകരണം നടത്തുന്നു. ഇവിടെയോ ഭക്ഷണം പാകം ചെയ്യുന്നു. അനുയോജ്യമായ ചിത്രങ്ങൾക്ക് താഴെ നമ്മൾ ഇത് ഉപയോഗിച്ച് ജുംലയാക്കി എഴുതണം. നോക്കൂ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, പാനി സേ കപ്പടാ ധോത്തി ഹി. വെള്ളം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കപ്പട വസ്ത്രം അലക്കുന്നു. ഇനി ഇവിടെ എന്തായിരിക്കും നമ്മളപ്പോൾ എഴുതുക, ഇതേ മോഡലിലാണെങ്കിൽ പാനി സേ കാന പുക്കാത്തി ഹേ. മനസ്സിലായോ? വളരെ സിമ്പിളാണ് അല്ലേ. വെള്ളം കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നു. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതും, പാനി സേ നഹാത്താ ഹേ. ഇവിടെയോ പാനി സേ സോഫ് കർത്താ ഹേ അല്ലെങ്കിൽ സഫായി കർത്താ ഹേ. ഇവിടെ ബോയ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആണുങ്ങൾ ചെയ്യുമ്പോൾ കർത്താഹെ അതിലാണ് ഈ സെൻറ്റൻസ് അവസാനിച്ചത്. അതുപോലെ ഇവിടെ എങ്ങനെയാണ്, ദോത്തീഹെ അല്ലേ, എന്താ തീഹയിലാണ്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ആകുന്ന സമയത്ത് സെൻറ്റൻസുകൾ ഇങ്ങനെ അവസാനിപ്പിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അടുത്തത് ബച്ചോ ഇഷാറോ കി മദദ് സേ കഹാനി ലിഖി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളെ, സൂചനകളുടെ സഹായത്താൽ കഥ എഴുതാം. എന്തൊക്കെയാണ് ഇഷാറ നൽകിയിട്ടുള്ളത്? മുഹമേ പാനി ബർ ആയ, വായിൽ വെള്ളം വന്നു. അങ്കൂർ കട്ടേഹെ, മുന്തിരി പൊടിച്ചതാണ്. തോടിനെ കി കോശിഷ് കി, പറിക്കാൻ ശ്രമിച്ചു. മായൂസ് ഹുയി, നിരാശനായി. അപ്പോൾ ഈ കഥ നമുക്കറിയാം, നമ്മുടെ കുറുക്കൻ്റെ കഥയാണ്. കുറുക്കനും മുന്തിരിയുടെയും കഥയാണ് അല്ലേ. കുറുക്കൻ മുന്തിരി വള്ളി കാണുന്നു, അതിൽ കുറേ മുന്തിരിക്കൊലകൾ, ഇങ്ങനെ പാകമായ മുന്തിരിക്കൊലകൾ കാണുമ്പോൾ കുറുക്കൻ്റെ വായിൽ വെള്ളം വരുന്നു. കുറുക്കൻ എന്ത് ചെയ്യാണ്,
ഇത് പറിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അത് കിട്ടാതെ ആയപ്പോൾ കുറുക്കൻ നിരാശനായിട്ട് അവിടെ നിന്ന് എന്ത് പറഞ്ഞു പോവുകയാണ്, ഈ മുന്തിരി പുളിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഈ കഥനെ നമ്മൾ ഉറുദുവിലേക്കാക്കി എഴുതണം. അപ്പോൾ അത് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, തുടക്കം കൊടുത്തിട്ടുണ്ട്. ഏക് ലോമഡി ജംഗൽ മേ ചൽ രഹി തീ. ഒരു ലോമഡി കാട്ടിലൂടെ പോവുകയായിരുന്നു. ചൽത്തേ ചൽത്തേ വോ അങ്കൂർ കെ ബാഗ് മേ. നടന്ന് അവൻ അങ്കൂറിൻ്റെ തോട്ടത്തിൽ. ഇനി ബാക്കി നമ്മൾ പൂർത്തിയാക്കണം. അപ്പം നമുക്കതൊന്ന് പൂർത്തിയാക്കി നോക്കാം. നോക്കൂ, അങ്കൂർ കെ ബാഗ് മേ പഹുഞ്ചാന്ന് എഴുതാം, എത്തി. എന്നിട്ടോ അങ്കൂർ ദേഖ് കർ लोमड़ी के मुँह में പാനി ബർ ആയ. മുന്തിരി കണ്ടപ്പോൾ ലോമടിയുടെ വായിൽ വെള്ളം വന്നു. ലോമടി അങ്കൂർ തോടിനെ की കോശിഷ് की. അങ്കൂർ പറിക്കാനായിട്ട് ലോമടി ശ്രമിച്ചു. ലേക്കിൻ അങ്കൂർ നെഹി മില. അങ്കൂർ ലഭിച്ചില്ല. ഉസ്നെ മായൂസ് ഹോക്കർ കഹ. അവന് നിരാശനായിക്കൊണ്ട് പറഞ്ഞു, യേ അങ്കൂർ കട്ടേ ഹേ. ഈ അങ്കൂറ പുളിപ്പുള്ളതാണ്. അപ്പം ഇതാണ് കഥ. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ബച്ചോ കഹാനി പാനി സബ്കെ ലിയെ ആപ്നെ പഠി ഹേ നാ. എന്താ ചോദിച്ചത്? പാനി സബ്കെ ലിയെ എന്ന കഥ നിങ്ങൾ വായിച്ചില്ലേ? ഇതുപോലെയുള്ള കഥകൾ, ഇസീ തരാക്കി ചോട്ടി ചോട്ടി കഹാനിയ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കഥകൾ ജമാ കർക്കെ ശേഖരിച്ച് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ പാഠഭാഗങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് എക്സാംസ് ആണ്. അപ്പോൾ നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. നമുക്കിനി എക്സാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോയിൽ കാണാം. ഖുദാ ഹാഫിസ്.